പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ കാപ്പൈഡി സെക്യൂരിറ്റി കീ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയിലെ നിങ്ങളുടെ റാങ്ക് അറിയാം. ഈ വിദ്യാർത്ഥി ഒരു കോളേജിൽ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഗവൺമെന്റ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയില്ല. സെൽഫ് ഫിനാൻസിങ് കോളേജിലും കമ്മ്യൂണിറ്റി കോട്ടയില്ല. എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടായിക്കോളൂ. ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഇവിടെ MMO കോളേജിൽ ഈ കോഴ്സിന് 54ാമത്തെ റാങ്കാണ് ലഭിച്ചത്. അപ്പോൾ ഈ വിദ്യാർത്ഥിയെ ഇനി എന്ത് ചെയ്യും? ഈ റാങ്കിൽ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? 1 മുതൽ ഇങ്ങനെ 1ാം റാങ്ക് മുതൽ 2ാം റാങ്ക് 10 സീറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. 10, ചില കോഴ്സിന് 6, ചിലതിന് 12, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യും? കോളേജിൽ നിന്ന് വിളിക്കും. 1ാം റാങ്കാരൻ ആദ്യം വിളിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എടുക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. ഈ വിദ്യാർത്ഥിക്ക് ഈ കോളേജിൽ മെറിറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 54ാം റാങ്ക് ഉള്ളവൻ വരെ മെറിറ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിന് മുകളിലുള്ള റാങ്കൊക്കെ 100 വരെയൊക്കെ പോകും എന്നുള്ള മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഈ 1 മുതൽ 2, 3, 4, 5, 6 അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ അത് വിളി തുടങ്ങും. സെക്കൻഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി അഡ്മിഷൻ എടുക്കാം, നോ എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ആളെ വിളിക്കും. അങ്ങനെ ഇതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കും. ഇത് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഓഗസ്റ്റ് 29ാം തീയതി വരെ ഈ നടപടി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റ് പുതിയൊരു കോളേജ് എത്തിയാൽ അങ്ങോട്ട് മാറും. പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വേറെ കിട്ടിയാൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പലരും വരുന്നവർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ നീളുന്ന ഒരു അഡ്മിഷൻ പ്രക്രിയ ആയിരിക്കും. അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട ഏത് കോളേജിലുള്ള അവിടെയുള്ള പല വിദ്യാർത്ഥി സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് റാങ്ക് വരെയുള്ളവരെ വിളിക്കുന്നൊക്കെ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്നുള്ള അപ്ഡേറ്റുകൾ എടുക്കാൻ നിങ്ങൾക്ക് കോളേജിൽ വേണമെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ഉള്ളത്. ഓക്കെ, താങ്ക്